ചൈനീസ് സർക്കാർ 5 മതങ്ങളെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. എന്നാൽ യഹൂദ മതം അവയിലൊന്നല്ല. ചൈനയിലെ ജൂത സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ അവർ ആശയക്കുഴപ്പത്തോടെ പ്രതികരിക്കും എന്നാണ് ഇതിനർത്ഥം. എന്നിരുന്നാലും പുരാതന നഗരമായ കൈഫങ്ങിൽ മറ്റ് യഹൂദന്മാരിൽ നിന്ന് സഹസ്രാബ്ദങ്ങളുടെ ഒറ്റപ്പെടലിനെ അതിജീവിച്ച ഒരു ജൂത സമൂഹം നിലവിലുണ്ട്. ഇന്ന് കൈഫങ്ങിന് റബ്ബിയും സിനഗോഗും ഇല്ല. പുറത്തു നിന്നുള്ള മതങ്ങളെ ചൈന കൂടുതലായി അടിച്ചമർത്തുന്നതിനാൽ ഈ യഹൂദ സമൂഹത്തിന്റെ മിക്കവാറും എല്ലാ അടയാളങ്ങളും മായ്ച്ചു കളഞ്ഞു. എന്നിട്ടും കൈഫങ്ങിലെ യഹൂദർ ഇപ്പോഴും കാണാതെ രഹസ്യ ജീവിതം നയിക്കുന്നു. കൈഫങ്ങിലെ ജൂതന്മാർ ആരാണ്? നിങ്ങൾ ചോദിക്കുന്ന ചരിത്രകാരനെ ആശ്രയിച്ച് 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് കഥ ആരംഭിക്കുന്നത്. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ കൈഫങ്ങിലെ ചൈനീസ് ജൂതന്മാരുടെ പിൻഗാമികളുടെ ഒരു ചെറിയ സമൂഹമാണ് കൈഫങ് ജൂതന്മാർ. അവരുടെ വാസസ്ഥലത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ അവർ ഏകദേശം 2500 ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. മറ്റ് ജൂത പ്രവാസികളിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്നെങ്കിലും അവരുടെ പൂർവികർക്ക് നിരവധി നൂറ്റാണ്ടുകളായി ജൂത പാരമ്പര്യങ്ങളും ആചാരങ്ങളും പാലിക്കുവാൻ കഴിഞ്ഞു. പേർഷ്യയിൽ നിന്നുള്ള ജൂത വ്യാപാരികൾ സിൽക്ക് റോഡിലൂടെ വളരെ കാലമായി വ്യാപാരം നടത്തിയിരുന്നു. എന്നാൽ കഠിനമായ യാത്രാമാർഗം കാരണം വ്യാപാരം സുസ്ഥിരമായിരുന്നില്ല. ഒടുവിൽ അവർ അക്കാലത്ത് സമ്പന്നവും നാഗരികവുമായ ചൈനീസ് തലസ്ഥാനമായ കൈഫങ്ങിൽ താമസമാക്കി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഹൂദർക്ക് സ്വീകാര്യത ലഭിച്ചു. യഹൂദ മതം പരിചിതമല്ലാത്ത ചൈനക്കാർക്ക് യഹൂദ വിരുദ്ധതയുടെ ചരിത്രമില്ല. വാസ്തവത്തിൽ അവർക്ക് പലപ്പോഴും ജൂതന്മാരെയും മുസ്ലിങ്ങളെയും കുറിച്ച് കൺഫ്യൂഷൻസ് അഥവാ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. അവരുടെ പ്രത്യേക പ്രാർത്ഥനാ വസ്ത്രം കാരണം അവരെ നീല തൊപ്പികളുള്ള മുസ്ലിങ്ങൾ അഥവാ മുസ്ലിംസ് വിത്ത് ബ്ലൂ ക്യാപ്സ് എന്ന് വിളിച്ചു. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിട്ടും കൈഫങ്ങിലെ ജൂതന്മാർ ചൈനീസ് സമൂഹത്തിൽ തടസ്സമില്ലാതെ ലയിച്ചു. അവർ ചൈനീസ് സർവകലാശാലകളിൽ പഠിച്ചു, സർക്കാർ റോളുകളിൽ സേവനമനുഷ്ഠിച്ചു. കൂടാതെ നിരവധി ആളുകൾ ചൈനീസ് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ചക്രവർത്തി അവർക്ക് ഓണററി കുടുംബ പേരുകൾ പോലും നൽകി. ഇന്നും കൈഫങ്ങിൽ നിന്നുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക കുടുംബ പേരുണ്ടെങ്കിൽ അവർക്ക് ജൂതന്മാരുടെ പൂർവികർ ഉണ്ടായിരിക്കാം. നൂറ്റാണ്ടുകളായി കൈഫങ്ങിലെ യഹൂദന്മാർ സാധാരണ ജൂത ജീവിതമാണ് നയിച്ചിരുന്നത്. 1605 വരെ ഒരു ജസ്യൂട്ട് പുരോഹിതൻ ബെയ്ജിങ്ങിൽ എത്തുന്നതുവരെ അവർ സാധാരണ ജീവിതമാണ് നയിച്ചത്. ഈ സന്ദർശകനെക്കുറിച്ചുള്ള വാർത്ത പ്രാദേശിക യഹൂദ വിദ്യാർത്ഥിയായ ഐ എത്തി. പുരോഹിതൻ മറ്റൊരു യഹൂദനാണെന്ന് ആദ്യം അദ്ദേഹം കരുതി. യേശു കുഞ്ഞിനോടും സ്നാപക യോഹന്നാനുമൊപ്പമുള്ള മേരിയുടെ ഒരു പെയിന്റിംഗ് അവൻ തെറ്റിദ്ധാരണ മൂലം എടുത്തു. റിവ്കയ്ക്കും അവളുടെ മക്കളായ ഈസാവ്, യാക്കോവ് എന്നിവർക്കും നൽകി. തെറ്റിദ്ധാരണകൾക്കിടയിലും ഒരു റബ്ബിയായി സേവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഐറ്റിയൻ ഈ ജസ്യൂട്ട് പുരോഹിതനെ കൈഫങ്ങിലേക്ക് ക്ഷണിച്ചു. എന്നാൽ യഹൂദരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തയ്യാറാകാതെ പുരോഹിതൻ അത് നിരസിച്ചു. അദ്ദേഹം ഇറ്റലിയിലേക്ക് മടങ്ങി ഈ ഒറ്റപ്പെട്ട ജൂത സമൂഹത്തെക്കുറിച്ച് അവിടെ വാർത്ത പ്രചരിപ്പിച്ചു. നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ടിരുന്നിട്ടും കൈഫങ് ജൂതന്മാർ തങ്ങളുടെ പാരമ്പര്യങ്ങൾ ശ്രദ്ധേയമായി സംരക്ഷിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയ യൂറോപ്യൻ സന്ദർശകരെ ഈ വാർത്ത അമ്പരിപ്പിച്ചു. അവർക്ക് തോറ ചുരുളുകൾ ഉണ്ടായിരുന്നു, കോഷർ സൂക്ഷിച്ചു, ശബത്ത് ആചരിച്ചു, യഹൂദ അവധി ദിനങ്ങൾ ആഘോഷിച്ചു. ചൈനീസ് ജൂത സ്വാധീനങ്ങളുടെ സമ്മിശ്രമായ അവരുടെ സിനഗോഗ് ഈ സവിശേഷമായ ഏകീകരണത്തിന്റെ തെളിവായിരുന്നു. കെട്ടുറപ്പുള്ള മേൽക്കൂര, പൂർവികരെ ആദരിക്കുന്നതിനുള്ള ഇടം, ചൈനീസ് ഭാഷയായ മാൻഡറിൻ ഭാഷയിൽ ഇടയ്ക്കിടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൈഫങ് സിനഗോഗ് വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. വെള്ളപ്പൊക്കവും തീയും ഉൾപ്പെടെ നിരവധി ദുരന്തങ്ങൾ അതിജീവിച്ചു. ഒടുവിൽ 17-ാം നൂറ്റാണ്ടിലെ ഒരു മഹാപ്രളയം നഗരത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും നശിപ്പിച്ചു. അത് യഹൂദ സമൂഹത്തെ തകർത്തു. ചക്രവർത്തി പിന്നീട് ചൈനയുടെ അതിർത്തികൾ അടച്ചപ്പോൾ കൈഫങ്ങിന്റെ ജൂതന്മാർ യഹൂദ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും വിച്ഛേദിക്കപ്പെട്ടു. കാലക്രമേണ അവരുടെ മതപരമായ ആചാരങ്ങൾ ക്ഷയിച്ചു. 1810-ൽ അവസാനത്തെ റബ്ബി മരിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ നിയമിച്ചില്ല. മറ്റൊരു വെള്ളപ്പൊക്കം സിനഗോഗിനെ നശിപ്പിച്ചു. റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അത് ഒരിക്കലും പുനർനിർമ്മിച്ചില്ല. ഒറ്റപ്പെടലും ഏകീകരണവും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കി. പക്ഷേ അതിൻ്റെ ഐഡന്റിറ്റി മാറിയില്ല. ചില കുടുംബങ്ങളിൽ യഹൂദ സ്വത്വത്തിൻ്റെ ഒരു തീപ്പൊരി നിലനിന്നിരുന്നു. ശ്ലോമോ ജിന്നിനും കുടുംബത്തിനും
എല്ലാ ആഴ്ചയിലും ഉള്ള ശബത്ത് അത്താഴങ്ങളിലൂടെ ഈ ഐഡന്റിറ്റി നിശബ്ദമായി നിരീക്ഷിക്കപ്പെട്ടു. ഹാൻ ഡയാസ്റ്റിയിലെ ചൈനക്കാരുമായുള്ള മിശ്ര വിവാഹം ഉണ്ടായിരുന്നിട്ടും ഈ കുടുംബങ്ങൾ തങ്ങളുടെ യഹൂദ പൈതൃകം തലമുറകളിലൂടെ കൈമാറിക്കൊണ്ട് ഒരു വ്യത്യാസ ബോധം നിലനിർത്തി. കൈഫങ് ജ്യൂസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? യഹൂദ മതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുവാൻ ചൈനീസ് സർക്കാർ വിസമ്മതിച്ചത് കൈഫങ്ങിലെ ജൂതന്മാരുടെ ജീവിതം ദുഷ്കരമാക്കി. അവർ മതപരമായ കൂടിച്ചേരലുകളിലും ആചാരങ്ങളിലും നിയന്ത്രണങ്ങൾ നേരിടുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഗവൺമെന്റ് നിരീക്ഷണവും അടിച്ചമർത്തലുകളും കൈഫങ്ങിലെ ജൂത ജീവിതത്തിന്റെ പൊതു അടയാളങ്ങൾ ഇല്ലാതാക്കി. ഈ വെല്ലുവിളികൾക്കിടയിലും കൈഫങ്ങിന്റെ ജൂതന്മാർ പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചു. പലരും തങ്ങളുടെ പൈതൃകം സ്വകാര്യമായി സ്വീകരിച്ചു. ചിലർ ഇസ്രായേലി നിയമപ്രകാരം ജൂതന്മാരായി അംഗീകരിക്കപ്പെടുന്നതിന് ഔദ്യോഗിക മതപരിവർത്തനത്തിന് വിധേയരായി ഇസ്രായേലിലേക്ക് മാറിയിട്ടുണ്ട്. കൈഫങ്ങിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്വം യഹൂദ ഓർമ്മയുടെ ശാശ്വത ശക്തിയുടെ തെളിവാണ്. നഷ്ടപ്പെട്ട ഗോത്രങ്ങളെ ദൈവം മറന്നിട്ടില്ലെന്നും അവസാന നാളുകളിൽ തിരികെ വരുമെന്നും ബൈബിൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. നിരവധി പ്രവചനങ്ങൾ ഈ പുനരുദ്ധാരണത്തെക്കുറിച്ച് പറയുന്നു. യെഹെസ്കേൽ 36:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ എല്ലാ ജനതകളിൽ നിന്നും ശേഖരിക്കുമെന്നും അവരുടെ മാലിന്യങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുമെന്നും അവർക്ക് ഒരു പുതിയ ഹൃദയവും ആത്മാവും നൽകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ ഈ പദ്ധതി സജീവമായി തുടരുന്നുവെന്നും അവരുടെ തിരിച്ചുവരവ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിലെ ഒരു സുപ്രധാന ഘട്ടത്തെ അടയാളപ്പെടുത്തുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ യിരെമ്യാവ് 31:8-9 വാക്യങ്ങളിൽ വടക്കൻ ദേശങ്ങളിൽ നിന്നും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും തൻ്റെ ജനത്തെ തിരികെ കൊണ്ടുവരുമെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ വിധി മനസ്സിലാക്കുന്നതിൽ ഈ വാഗ്ദാനങ്ങൾ അതിശ്രേഷ്ഠമാണ്. ഈ ഗോത്രങ്ങളിൽ നിന്നുള്ള വംശപരമ്പര അവകാശപ്പെടുന്ന കൈഫങ് ജ്യൂസിന്റെ പുനരുജ്ജീവനവും അവരുടെ തനതായ സാംസ്കാരിക ആചാരങ്ങളും ഈ പുരാതന പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കാം. ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നാം ജാഗ്രത പാലിക്കുകയും അവ അവസാന കാലത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനത്തിന്റെ വലിയ വിവരണവുമായി എങ്ങനെ യോജിക്കുന്നുവെന്ന് പരിഗണിക്കുകയും വേണം. കൈഫങ് ജ്യൂസിന്റെ അസ്തിത്വവും അവരുടെ സാംസ്കാരിക തുടർച്ചയും ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നുള്ള അവരുടെ അവകാശവാദങ്ങളും സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നു എന്നാണ്. കൈഫങ്ങിലെ ജൂതന്മാർ സാംസ്കാരികവും മതപരവുമായ സ്വത്വത്തിന്റെ വഴങ്ങാത്ത സ്വഭാവത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. യഹൂദ പൈതൃകത്തിലെ ഏറ്റവും ചെറിയ തീപ്പൊരി പോലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് കൈഫങ് ജ്യൂസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.